സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിച്ചിരിക്കെ ഇടതുമുന്നണിയുടെ കൺവീനറായ ഇ.പി. ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുന്നു. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കേണ്ട ഇ.പി. ജയരാജൻ കണ്ണൂരിൽ ഒതുങ്ങുന്നുവെന്നാണ് ആരോപണം. CPM സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ സ്ഥാനാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഇടതുമുന്നണി എന്ന നിലയിൽ ഏകോപനമില്ലായ്മ പലയിടങ്ങളിലും ദൃശ്യമാണ്. നേരത്തെ കൺവീനറായി വൈക്കം വിശ്വനും എ വിജയരാഘവനും തെരഞ്ഞെടുപ്പ് രംഗത്ത് ചടുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് മുഖ്യധാരയിൽ ഇറങ്ങാതെ വഴുതിക്കളിക്കുന്ന ഇ.പി. വെറും കണ്ണൂരിലെ നേതാവായി ഒതുങ്ങുകയാണ് എന്ന അതൃപ്തി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. ഭാര്യ സഹോദരിയായ പി.കെ. ശ്രീമതിക്ക് സീറ്റ് നിഷേധിച്ചതും ചില മണ്ഡലങ്ങളിൽ തന്റെ ഇംഗിതം നോക്കാതെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിലും ഇ.പി. ജയരാജനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ആരോഗ്യപരമായ കാരണങ്ങളാൽ LDF കൺവീനർ സ്ഥാനത്തു നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രിയോടും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിട്ടും അംഗീകരിക്കാത്തതും ഇ.പി. ജയരാജനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ വീട്ടിൽ നിന്നും പാർട്ടിയെ വെട്ടിലാക്കുന്ന ചില പ്രസ്താവനകൾ ഇ.പി. ജയരാജൻ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി പറയുന്നതിൽ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും അതൃപ്തിയുണ്ട്. ഇത്തരം പ്രസ്താവനകൾ കൊടുക്കേണ്ടതില്ല എന്നാണ് പാർട്ടി പത്രത്തിന് ലഭിച്ച നിർദ്ദേശം. M.V. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷം വരുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി നില മെച്ചപ്പെടുത്തുക എന്നത് അദ്ദേഹത്തിന് നിർണായകമാണ്. എന്നാൽ ഇതിന് തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് BJP മുഖ്യ എതിരാളിയാണ് എന്ന് ഇ.പി. തുറന്നടിച്ചതിന് പിന്നിലെന്നാണ് M.V. ഗോവിന്ദനെ അനുകൂലിക്കുന്നവർ കരുതുന്നത്. ഇതുകൂടാതെ മുസ്ലിം ലീഗിനെ നിരന്തരം മുന്നണിയിലേക്ക് ക്ഷണിക്കുകയും പ്രീണിപ്പിക്കുകയും ചെയ്യുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പൊതു തീരുമാനമല്ല എന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്നും NDA ഒരു ശക്തിയെ അല്ല എന്നും മുഖ്യമന്ത്രി ഇ.പി.യെ തിരുത്തി പറഞ്ഞതിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും ഇ.പി.യെ തള്ളിപ്പറഞ്ഞത് പാർട്ടിയിൽ ഇ.പി.ക്ക് വീണ്ടും ക്ഷീണം ചെയ്തിട്ടുണ്ട്. പരസ്യമായി കുറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇ.പി.യുടെ മുൻപിൻ നോക്കാതെയുള്ള പ്രതികരണങ്ങളിലുള്ള അതൃപ്തി ഇരു നേതാക്കളുടെ വാക്കുകളിലും ധ്വനിച്ചിരുന്നു. മധുരിച്ചിട്ടിറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യുന്ന അവസ്ഥയിലാണ് CPM-ന് ഇ.പി. ജയരാജന്റെ ഇടങ്കോലിടൽ കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. മറ്റേതെങ്കിലും നേതാവായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ പാർട്ടിയിൽ നിന്നും പുറത്തു പോയേനെ എന്ന അഭിപ്രായമാണ് മിക്ക CPM നേതാക്കൾക്കും ഉള്ളത്. ഇതിനിടയിൽ ഇ.പി.യെ വീണ്ടും ഒതുക്കുന്നതിനായി പഴയ വൈതകം റിസോർട്ട് വിവാദം എതിർവിഭാഗം വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുമുണ്ട്. പ്രതിപക്ഷത്തിനും ബൂർഷ്വാ മാധ്യമങ്ങൾക്കും ഇത്തരം ഒരു വടി പാർട്ടിയിലെ ചിലർ കൊടുക്കുന്നുവെന്നാണ് ഇ.പി.യെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഇതാണ് തിരുവനന്തപുരം ലോക്സഭ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധം ഇ.പി.ക്കുണ്ടെന്ന ആരോപണം ഉയരുന്നത്. വൈദേകത്തിന്റെ മേജർ ഷെയറുകൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നിയന്ത്രണത്തിലുള്ള നിരാമയ ട്രസ്റ്റിനാണ്. കോടികൾ മുടക്കിയാണ് ഇ.പി.യുടെ ഭാര്യയുടെയും മകന്റെയും പങ്കാളിത്തമുള്ള വൈദേകം നിരാമയ ഏറ്റെടുത്തത്. പാർട്ടിക്കുള്ളിൽ പി. ജയരാജൻ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് വൈദേകത്തിൽ നിന്നും ഒഴിയാൻ ഇ.പി.യുടെ കുടുംബം തീരുമാനിച്ചത്. ഇപ്പോൾ തനിക്കെതിരെ ഗൾഫിൽ ബിസിനസ്സുകൾ ഉണ്ട് എന്നുള്ള ചില വാർത്തകൾക്ക് പിന്നിൽ പാർട്ടിക്കുള്ളിലെ ചിലരാണ് എന്ന് ഇ.പി.യും കരുതുന്നുണ്ട്. കണ്ണൂരിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ഊന്നിക്കൊണ്ട് പറയാനാണ് ഇ.പി. ശ്രമിച്ചത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം ഇ.പി. തള്ളിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിനെ അടുത്ത് കണ്ടിട്ടില്ല, പത്രത്തിൽ പടത്തിൽ കണ്ടത് മാത്രം, ഫോണിലും സംസാരിച്ചിട്ടില്ല. തനിക്ക് ബിസിനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ സതീശന് കൊടുക്കാൻ തയ്യാറാണ്. മുദ്രപേപ്പറുമായി വന്നാൽ സതീശന് എല്ലാം എഴുതി കൊടുക്കാം. ഭാര്യയ്ക്ക് വൈദേകം റിസോർട്ടിൽ ഷെയർ ഉണ്ട്, എന്നാൽ ബിസിനസ് ഒന്നുമില്ല. തന്റെ ഭാര്യയുടെ പേരിലുള്ള ബിസിനസ് സതീശന്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു. രാജീവ് ചന്ദ്രശേഖറും വൈദേകവും തമ്മിൽ ബന്ധമില്ല. നിരാമയ മികച്ച പ്രൊഫഷണൽ സ്ഥാപനമാണ് എന്നുമാണ് ഇ.പി. ജയരാജൻ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത്. തനിക്ക് ഗൾഫിൽ ബിസിനസ് ഉണ്ട് എന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ വാർത്ത നൽകിയ 24 ന്യൂസിനെതിരെ സൈബർ ക്രിമിനൽ കേസുകൾ നൽകുമെന്നും ഇ.പി. മുന്നറിയിപ്പ് നൽകി. വിദേശത്ത് കോടികളുടെ ബിസിനസ് ഉണ്ട് എന്ന വാർത്തയാണ് നൽകിയത്. ഇത് പണം കൊടുത്ത് ചെയ്യിച്ച വാർത്തയാണ് എന്നും DGPക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നും ജയരാജൻ പറയുന്നു. ഇതിൽ നടപടി വരാൻ പോവുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെയും അവർ ഗൂഢാലോചന നടത്തിയെന്നും ഇ.പി. ജയരാജൻ കൂട്ടിച്ചേർത്തു. BJP സ്ഥാനാർത്ഥികൾ മികച്ചത് എന്ന് പറഞ്ഞത് ജാഗ്രത വേണമെന്ന സന്ദേശം നൽകാനാണ്. കേന്ദ്രമന്ത്രിമാരെ BJP കേരളത്തിൽ മത്സരിപ്പിക്കുന്നത് ഇമേജ് കൂട്ടാനാണ്. തോൽക്കാൻ BJP സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തുമോ? അവർ എല്ലാ വഴിയും നോക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മത്സരം ആരൊക്കെ തമ്മിലെന്ന് പിണറായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇ.പി. അതിവിദഗ്ധമായി ചുവട് മാറ്റുകയും ചെയ്തു.